ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടേംസാണ് പഠിച്ചിരുന്നത്, ഫോട്ടോസിന്തസിസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഈ രണ്ട് ടേംസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേറൊരു ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ്. ഏതാണ് ദ കണ്ടക്റ്റിംഗ് ഓർ ട്രാൻസ്പോർട്ടിംഗ് ടിഷ്യൂസ്. കണ്ടക്റ്റിംഗ് ഓർ ട്രാൻസ്പോർട്ടിംഗ് ടിഷ്യൂസ്. ഈ കണ്ടക്റ്റിംഗ് ഓർ ട്രാൻസ്പോർട്ടിംഗ് ടിഷ്യൂസ് എന്ന് കേൾക്കുമ്പോഴേ ആലോചിക്കണം, സൈലത്തിനെയും ഫ്ലോയത്തിനെയും കുറിച്ചാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. സൈലം ആൻഡ് ഫ്ലോയം, അതാണ് കണ്ടക്റ്റിംഗ് ഓർ ട്രാൻസ്പോർട്ടിംഗ് ടിഷ്യൂസ്. സൈലം മാത്രമേ ഇത് നമ്മൾ പഠിക്കുന്നുള്ളൂ, പഠിപ്പിച്ച് തീരുമ്പോൾ തന്നെ പഠിച്ചു പോവുക. പിന്നെ ഫ്ലോയം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കത്തുള്ളൂ, അതുകൊണ്ട് പാടൊന്നുമില്ല. സൈലം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇത്ര നേരം ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സൈലം എന്തോ ഒരു ടിഷ്യൂ തന്നെയാണ്. സൈലം എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ആണ്. അതിനെന്താണ്, ഒരു ട്യൂബുലർ പാസേജ് ഉണ്ട്. എന്തിനു വേണ്ടിയുള്ള ട്യൂബുലർ പാസേജ്? ടു ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽ സോൾട്ട്സ്, വെള്ളവും ലവണങ്ങളുമൊക്കെ ഫ്രം ദ റൂട്ട്സ് ടു ദ ഏരിയൽ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. റൂട്ടിൽ നിന്നും ഷൂട്ടിനകത്തുള്ള ഏരിയൽ പാർട്സ് ഓഫ് ദി പ്ലാന്റിലോട്ട് എല്ലാം നമ്മൾ വാട്ടറും മിനറൽസും കൊണ്ടുപോകുന്ന ഒരു ട്യൂബുലർ പാസേജ് ഉള്ള ടിഷ്യൂ ആണ് ഈ സൈലം എന്ന് പറയുന്നത്. ഏരിയൽ പാർട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ റൂട്ട് ഒഴിച്ച് മേളിലോട്ട് ഷൂട്ടിലോട്ട് പോകുന്ന ഫ്ലവേഴ്സ്, ബഡ്സ്, ഫ്രൂട്ട്സ്, പീറ്റിയോൾസ്, ഇതെല്ലാം ലീവ്സ് എല്ലാം അടങ്ങുന്ന ഭാഗമാണ് ഏരിയൽ പാർട്സ് എന്ന് പറയുന്നത്. ഇനി സൈലോം ടിഷ്യൂവിന് കൺസിസ്റ്റ് ഓഫ് 4 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ 4 ടൈപ്സ് ഓഫ് സെൽസ്? സൈലം ടിഷ്യൂവിന് 4 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. സൈലം ട്രക്കീറ്റ്സ് ഒന്നാമത്തത്, രണ്ടാമത്തത് സൈലം വെസൽസ്, മൂന്നാമത്തത് സൈലം ഫൈബേഴ്സ്, നാലാമത്തത് സൈലം പാരൻകൈമ. ഇതിനകത്ത് ഫസ്റ്റ് വൺ ട്രക്കീറ്റ്സ് അല്ലെങ്കിൽ സൈലം ട്രക്കീറ്റ്സ്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ട്രക്കീറ്റ്സ് എന്ന് പറയുമ്പം ഇലോങ്ങേറ്റഡ് ഡെഡ് സെൽസ് വിത്ത് ടേപ്പറിങ് എൻഡ്സ്. നല്ല നീളമുള്ള ചക്തകോശം എന്ന് പറയും ഡെഡ് സെൽസ് എന്ന് വെച്ചാൽ. അത് നമ്മൾ അങ്ങ് പ്യുവർ മലയാളം ഒന്നും പഠിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ICSE-കാർക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇംഗ്ലീഷ് തന്നെ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മൾ കുറച്ചൊക്കെ ചെറുതാക്കി പറയുന്നതുകൊണ്ടാണ് ഈ മലയാളത്തിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇലോങ്ങേറ്റഡ് ഡെഡ് സെൽസ് ആണ്. നല്ല നീളമുള്ള ഡെഡ് സെൽസ് ആണ്, ചത്തകോശമാണ്. അതിനെ കൊണ്ട് പ്രയോജനമൊന്നും ആ ഡെഡ് സെൽസിനില്ല, പക്ഷേ നീളമുള്ള ഡെഡ് സെൽസ് ആണ്. വിത്ത് ടേപ്പറിങ് എൻഡ്സ്. ടേപ്പറിങ് എൻഡ്സ് എന്ന് വെച്ചാൽ നല്ല കൂർത്തിരിക്കുന്ന അറ്റത്തോടു കൂടിയുള്ളതാണ് അറ്റം, എൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ വോളെന്ന് പറയുമ്പോൾ ഭിത്തി. അതിൻ്റെ ഈ ട്രക്കീറ്റ്സിൻ്റെ വോൾസ് എന്ന് പറയുന്നത് നല്ല തിക്കായിരിക്കും, വിത്ത് ലാറ്ററൽ പോർസോട് കൂടിയുള്ള. ലാറ്ററൽ പോർസ് എന്ന് മീൻസ് സുഷിരങ്ങൾ, ചെറിയ സുഷിരങ്ങൾ. സുഷിരം എന്ന് വെച്ചാൽ എന്തുവെന്നറിയാവോ? ചെറിയ ഓട്ടകൾ. അപ്പോൾ അതിൻ്റെ വോളെന്ന് പറയുന്നത് തിക്കനിങ് ഉള്ള ഒരു കാര്യമാണ്. അതിന് ചെറിയ സുഷിരത്തോടു കൂടിയുള്ളതുമാണ്, അല്ലെ ചെറിയ ഓട്ടകളോട് കൂടിയുള്ളതാണ്. പിന്നെ ട്രക്കീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രക്കീറ്റ്സ് കൊടുക്കുന്ന ഫങ്ഷൻസ്: മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കും, ചെടികൾക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത് കിട്ടും. ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്, എന്നിട്ട് സപ്പോർട്ടും കിട്ടും. എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടുന്നത്? ഇൻ അഡീഷൻ ടു കണ്ടക്റ്റിംഗ് വാട്ടർ അപ്വേർഡ്സ്, താഴെ റൂട്ടിൽ നിന്നും ഷൂട്ടിലോട്ട് വെള്ളവും പിന്നെ നേരത്തെ പറഞ്ഞ മിനറൽ സോൾട്ട്സും എല്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ട്രക്കീറ്റ്സ് സഹായിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് വൺ വെസൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വെസൽ എന്ന് ചോദിക്കുമ്പോഴത്തേനും അത് മാത്രം കേട്ടാൽ എഴുത്തോളന്നൊന്നും വിചാരിക്കരുത്. സൈലം വെസൽസ് അല്ലെങ്കിൽ വെസൽസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സെക്കൻഡ് വെസൽസിനകത്തും നേരത്തെ പറഞ്ഞ പോലെ സൈലത്തിനെ കുറിച്ചല്ലേ പറയുമ്പോൾ സൈലത്തിൻ്റെ ഒരു പോർഷനാണല്ലോ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് കാണപ്പെടുന്നത്. ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ഓപ്പൺ ആയിട്ട് ബോത്ത് എൻഡ്സ്, രണ്ടറ്റവും തുറന്നിരിക്കുന്നതാണ്. പിന്നെ ദേ ആർ പ്ലേസ്ഡ് വൺ അബവ് ദ അതർ ടു ഫോം ലോങ് ചാനൽസ്. ഒന്നിന് മേൽ ഒന്ന് അടുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ്. നമ്മൾ ഈ CD ഒക്കെ അടുക്കി വെക്കത്തില്ലേ, അതുപോലെ അടുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് വെസൽ എന്ന് പറയുന്നത്. പക്ഷേ ടു ഫോം എ ലോങ് ചാനൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ചാനൽ പോലെ, അതായത് ഒന്നിന് മേൽ ഒന്നൊന്ന് അടുക്കി വെച്ചിരിക്കുന്ന അതിനെല്ലാം നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പം വെസൽസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്, രണ്ട് അറ്റവും തുറന്നിരിക്കുന്ന ട്യൂബ് ലൈക്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉള്ളതാണ് വെസൽസ് എന്ന് പറയുന്നത്. ദേ ആർ പ്ലേസ്ഡ് വൺ അബവ് ദ അതർ, ഒന്നിന് മേൽ ഒന്ന് അടുക്കി വെച്ചിരിക്കുന്നതായിട്ട്, ടു ഫോം ലോങ് ചാനൽസ്. ജസ്റ്റ് ലൈക്ക് ട്രക്കീറ്റ്സ് ദേ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. അപ്പോൾ എന്താണ് ട്രക്കീറ്റ്സിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞാൽ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന, അതുപോലെ തന്നെ പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ വെസൽസിനുമുണ്ട്. അത് സെയിം മറ്റേത് പറയുന്ന പോലെ തന്നെ ഇവിടെയും. ആൻഡ് കണ്ടക്ട് വാട്ടർ അപ്വേർഡ്സ്, റൂട്ടിൽ നിന്ന് ഷൂട്ടിലോട്ട് വെള്ളവും വളവും എല്ലാം എത്തിക്കുന്ന പ്രോസസ്സ് ഈ വെസലും ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് വൺ സൈലം ഓർ വുഡ് പാരൻകൈമ. സൈലം ഓർ വുഡ് പാരൻകൈമ എന്ന് നമ്മൾ പറയും. സൈലം ഓർ വുഡ് പാരൻകൈമ എന്ന് പറയുന്നത് നമുക്ക്
അവർ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ദേ ആർ സ്മോൾ തിക്ക് വാൾഡ് ലിവിങ് സെൽസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സ്മോളാണ്, തിക്ക് വാൾഡ് ലിവിങ് സെൽസ്, ജീവനുള്ള കോശത്തോടു കൂടിയുള്ളതാണ്. കോശം എന്ന് വെച്ചാൽ സെൽ. നമ്മൾ സെല്ലെന്ന് തന്നെ പഠിച്ചാൽ മതി, നമുക്ക് അതാണല്ലോ വേണ്ടുന്നത്. മറ്റ് രണ്ടെണ്ണം പറഞ്ഞതുപോലെ തന്നെ, മറ്റ് രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ട്രക്കീഡ്സും വെസൽസും പറഞ്ഞതുപോലെ തന്നെ സൈലം ഓർ വുഡ് പാരൻകൈമയ്ക്കകത്തുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ സ്റ്റോർ ഫുഡ് ആൻഡ് ഓൾസോ ഹെൽപ്പ് ടു കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽ സോൾട്ട്സ്. ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിനും ആൻഡ് ഓൾസോ ഹെൽപ്പ് ടു കണ്ടക്ട് വാട്ടർ, വെള്ളം നമ്മൾ താഴെ മുതൽ മേളിലെത്തിക്കുന്നതും, വെള്ളവും വളവും എല്ലാം മിനറൽ സോൾട്ട്സും എല്ലാം താഴെ നിന്ന് മേളിലോട്ട് എത്തിക്കുന്ന ഒരു ഫംഗ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? സൈലം ഓർ വുഡ് പാരൻകൈമ ചെയ്യുന്നുണ്ട്. സൈലം 4 ടൈപ്പ് ഓഫ് ടിഷ്യൂ ആയിട്ട് നമ്മൾ സൈലം ടിഷ്യൂ എന്ന് പറയുന്നത് 4 ടൈപ്സ് ഓഫ് സെൽസ് ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് വണ്ണാണ് സൈലം സ്ക്ലീറൻകൈമ ഓർ വുഡ് ഫൈബേഴ്സ്. സൈലം സ്ക്ലീറൻകൈമ ഓർ വുഡ് ഫൈബേഴ്സ്, അതും നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദേ ആർ തിക്ക് വാൾഡ്, ഇതിന് തിക്ക് വാളാണ്, ലോങ് ആണ്, നാരോ സെൽസ് വിത്ത് ടേപ്പറിങ് എൻഡ്സ്. ദേ പ്രൊവൈഡ് ഓൺലി മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ്. ഇത് പിന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഇതിന് മെക്കാനിക്കൽ സപ്പോർട്ട് മാത്രമേ പ്ലാന്റിന് കൊടുക്കുന്നുള്ളൂ. ആരാണ്? സൈലം സ്ക്ലീറൻകൈമ ഓർ വുഡ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അത് മറ്റുള്ളതിനെ പോലെ ഫുഡ് സ്റ്റോറേജോ അല്ലെങ്കിൽ കണ്ടക്ട് വാട്ടർ അപ്വേർഡ്സ് ഒന്നുമില്ല. ദേ പ്രൊവൈഡ് ഓൺലി മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ്. ഇനി ഫങ്ഷൻസ് ഓഫ് സൈലം. ഫങ്ഷൻസ് ഓഫ് സൈലമാണ് നമ്മളിന്ന് ഇനി ബാക്കിയായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ ഈ 4 പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ട് ഇതിൻ്റെ ഫങ്ഷൻസ് ഓഫ് സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത്. ഒന്ന് നമുക്ക് ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് സൈലോ എന്ന് പറയുന്നത്? ഇസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ സോൾട്ട്സ് ഫ്രം ദ റൂട്ട്സ് ടു ദ ഏരിയൽ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം. ഇനി രണ്ടാമത്തേത് ട്രക്കീഡ്സ്, വെസൽസ് ആൻഡ് സൈലം സ്ക്ലീറൻകൈമ പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്. 3 ഉള്ളൂ, ഒരാൾ വിട്ടുപോയിട്ടുണ്ട്. അതാരാണ്? വുഡ് പാരൻകൈമ എന്നുള്ള ആൾ ഇതിനകത്ത് വരുന്നില്ല. വുഡ് സ്ക്ലീറൻകൈമ മാത്രമേ ഉള്ളൂ. ഏതാണ്? എന്ത് കൊടുക്കുന്നത്? മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്. അപ്പം വുഡ് പാരൻകൈമ ഒഴിച്ച് ബാക്കി 3, അതായത് ട്രക്കീഡ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്, സൈലം സ്ക്ലീറൻകൈമ, ഇത് 3 മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? കണ്ടക്റ്റിംഗ് ഓർ ട്രാൻസ്പോർട്ടിംഗ് ടിഷ്യൂ എന്ന് പറയുന്നതാണ്. അതിനകത്ത് വരുന്ന 2 എണ്ണമാണ് സൈലവും ഫ്ലോയും. അതിനകത്ത് ഫ്ലോയും നമ്മൾ നാളെ അടുത്ത ക്ലാസ്സിലേ പറഞ്ഞു തരത്തുള്ളൂ. സൈലോ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് 4 ഡിവിഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഓർ വുഡ് പാരൻകൈമ, ദെൻ സൈലം സ്ക്ലീറൻകൈമ ഓർ വുഡ് ഫൈബേഴ്സ്. എന്നിട്ട് അതിൻ്റെ 2 ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആരുടെ ഫങ്ഷൻസാണ് പറഞ്ഞേക്കുന്നത്? സൈലത്തിൻ്റെ 2 ഫങ്ഷൻസും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.